അങ്ങനെ ഓണപ്പാച്ചിലിന്റെ രണ്ടാമത്തെ ദിവസം ആദ്യത്തെ ദിവസം വളരെ വിദഗ്ധമായിട്ട് പാളിപ്പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ 9 മണി വരെ കഴിഞ്ഞിട്ട് രണ്ടുപേർക്കുള്ള ഡ്രസ്സേ കിട്ടിയിട്ടുള്ളൂ. ഇന്ന് ഭയങ്കര പ്ലാനിങ്ങിലാണ് നമ്മൾ പോണത്. എടപ്പാളിൽ പുതിയതായിട്ട് ഓപ്പൺ ചെയ്ത സ്റ്റൈൽ യൂണിയനിലേക്കാണ്. പക്ഷെ ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഇത് സ്റ്റുഡിയോ ആണ് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നത് എന്നാട്ടോ. തൊട്ടപ്പുറത്താണ് സ്റ്റുഡിയോയുടെ പണികൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്തായാലും സ്റ്റൈൽ യൂണിയനിൽ കയറിയിട്ടുണ്ട്. ആകെ മൊത്തത്തിലൊരു സ്റ്റുഡിയോ ട്രെൻഡ്സ് മാക്സ് ലുക്കൊക്കെ തന്നെയാണ് ഇവിടെയുള്ളത്. പിന്നെ പുതിയ ഷോപ്പ് ആയതുകൊണ്ട് അതിൻ്റെതായ തിരക്കുണ്ട്. അപ്പൊ ഞങ്ങൾ വന്ന പോലെ തന്നെ ഒരുപാട് പേര് കട കാണാനായിട്ടാണെങ്കിലും പുതിയ കടയാണല്ലോ, അപ്പൊ ഒരുപാട് സെലക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യത്തിൽ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. 2 ഫ്ലോറിലായിട്ട് വലിയ രീതിയിൽ തന്നെയാണ് കേട്ടോ ഷോപ്പ് വന്നിട്ടുള്ളത്. താഴെ കംപ്ലീറ്റ് ആയിട്ട് ലേഡീസിന്റെയും മുകളിൽ വരുന്നത് ജെന്റ്സിന്റെയും അതേപോലെ തന്നെ ചെറിയ കുട്ടികളിലേക്ക് ഡ്രസ്സുകളാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഡ്രസ്സേ വേണ്ടെന്ന് പറഞ്ഞ ആള് ഇതാ ഇവിടെ വന്നിട്ട് തെരച്ചിലോട് തെരച്ചിലാണ്. ആമിയാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട, ആമിയല്ല, ഈ പറഞ്ഞത് ഏട്ടനെയാണ് കേട്ടോ. കാരണം താഴെന്ന് നോക്കുമ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എനിക്ക് പ്രാവശ്യം ഓണത്തിനൊന്നും വേണ്ടെന്നാണ്. പക്ഷെ ഇവിടുത്തെ ഷർട്ടും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ ദാ ഒന്ന് ട്രയൽ നോക്കിയിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് പിടിച്ചിട്ടുണ്ട്, ഞങ്ങൾ കൂടെ കൊണ്ടുപോകുന്നിട്ടുണ്ട്. അങ്ങനെ അല്ലറ ചില്ലറ പർച്ചേസുകളൊക്കെ ഇതാ ഇവിടുന്ന് തന്നെ തീർത്തിട്ടുണ്ട്. ഇനിയിപ്പോ എന്തായാലും ഇത്ര നേരമായ സ്ഥിതിക്ക് ഇനി ലേഡീസിന്റെ സെഷനിലും കൂടി നന്നായിട്ടൊന്ന് കറങ്ങിയിട്ട് പോവാന്ന് വിചാരിച്ചു. നേരത്തെ ഇത് കൂടെ തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം കൊണ്ടാണ് ഏട്ടന്റെ കൂടെ നേരിട്ട് മുകളിലേക്ക് പോയത്. ഷോപ്പിന്റെ ഉൾവശം മാത്രം ഇങ്ങനെ കാണുകയാണെങ്കിൽ മൊത്തത്തിലൊരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഇത് ട്രെൻഡ്സ് ആണോ മാക്സ് ആണോ അല്ലെങ്കിൽ സ്റ്റുഡിയോ ആണോ എന്നൊക്കെ വിചാരിച്ചിട്ട് എല്ലാതും ഏകദേശം ഒരുപോലെ ഉണ്ട്. ഞാനീ പറഞ്ഞത് ഡ്രസ്സിന്റെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ, ബാക്കി എല്ലാ ആക്സസറീസും ഇവിടെ അവൈലബിൾ ആണ്. നമ്മൾ സ്റ്റുഡിയോയിലും മാക്സിലൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടുന്ന പോലെ തന്നെ മേക്കപ്പ് കിറ്റുകളായാലും ചെരുപ്പുകളായാലും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ. ലേഡീസിന്റെ ടോപ്പുകളൊക്കെ എന്തായാലും നല്ല ട്രെൻഡിങ് ആയിട്ട് തന്നെ തോന്നി. അതിനനുസരിച്ച് തന്നെ റേറ്റും ഉണ്ട് കേട്ടാ. എന്തായാലും ഓണത്തിന് നല്ല ഫാഷനബിൾ ആയിട്ട് തിളങ്ങാന്ന് വിചാരിക്കുന്നവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ പോകുന്നുള്ളൂ. കാരണം അത്യാവശ്യത്തിലധികം കളക്ഷൻസ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ പിന്നെ ഏറ്റവും കൂടുതൽ ഫാഷനബിൾ ആയിട്ട് വരുന്നത് ടോപ്സിനേക്കാളും കൂടുതൽ കുർത്തിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്തായാലും ഇവിടെ അതിന്റെയും തന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. അതിന്റെയൊക്കെ ഇടയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ സ്കേർട്ട് ആയിരുന്നു കേട്ടാ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കുർത്തിയുടെ സെക്ഷനിലേക്ക് തന്നെ പിന്നെയും പോയിട്ടുണ്ട്. നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല കളർഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ എല്ലാ തരത്തിലുള്ള ആക്സസറീസും ഉണ്ടായിരുന്നു. ഓണക്കലേ വരുന്നത് അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കമ്മലുകളായാലും ഒക്കെ. ലിപ്സ്റ്റിക്കിന്റെ കാര്യം പിന്നെ പറയാനില്ലല്ലോ, എവിടെ പോയാലും നമ്മൾ തെരയുന്നത് സ്റ്റുഡിയോയിലൊക്കെ ഉള്ള അതേപോലെ തന്നെ നിരന്നിരിക്കുന്നുണ്ട്. അപ്പോ ഇന്നത്തെ പർച്ചേസിംഗ് തൽക്കാലത്തിന് ഞങ്ങൾ നിർത്തുകയാണ് കേട്ടോ. അപ്പൊ അത്രയേ ഉള്ളൂ, ബൈ.